എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്നിങ്ങനെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എത്ര ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാം, അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്നിങ്ങനെയൊക്കെയും, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ചും, അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റിനെ കുറിച്ചും, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ചും, അതുപോലെ ടോട്ടൽ എത്ര അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം നിങ്ങൾക്കൊരു കോളേജ് താല്പര്യപ്പെട്ട് ആ ഒരു സീറ്റ് തന്നെ മതി, ഇനി മറ്റൊരു സീറ്റ് വേണ്ട, അതായത് മറ്റൊരു ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്ന് ഉള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റിൽ മാത്രം അഡ്മിഷൻ നേടുന്നതിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് എത്ര അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ 3 മെയിൻ അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. അതായത് ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാകും, അതിനുശേഷം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ 3 അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും. അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും. അതായത് പിന്നീട് ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകളാണ് വേക്കൻസി ഉള്ളത്, ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുക. ഇങ്ങനെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ നടത്തിയതിന് ശേഷം പിന്നീട് ഏറ്റവും അവസാനം കുറേ സീറ്റ് വീണ്ടും ബാക്കി വരുന്ന സമയത്ത് അവിടേക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റോ നടത്തി അതിൽ ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടും ടോട്ടലായിട്ട് എത്ര അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യം. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 അലോട്ട്മെൻറ്റെങ്കിലും മിനിമം ഉണ്ടാവാറുണ്ട്. അത് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഉൾപ്പെടെ, അതുപോലെ മെയിൻ അലോട്ട്മെൻറ്റുകൾ ഉൾപ്പെടെയാണ് ഈ ഒരു 20 എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും എത്ര വീതം സീറ്റ് പെട്ടെന്ന് ഫില്ല് ചെയ്യപ്പെടുന്നു അതനുസരിച്ചിട്ടാണ് അലോട്ട്മെൻറ്റുകളുടെ എണ്ണം നിശ്ചയിക്കപ്പെടുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ മുതൽ ഓപ്ഷനുകൾ നൽകാം. ട്രയൽ അലോട്ട്മെൻറ്റ് സാധാരണ നിങ്ങൾക്ക് അറിയാം, ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയാലും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എവിടെയും അഡ്മിഷനൊന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത എന്നിവയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ എവിടെ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നവംബർ 27-ാം തീയതി വരെയാണ് ട്രയൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകുന്ന പേജിൽ നിങ്ങൾ ആ ഒരു താഴോട്ടേക്ക് ആ ഒരു ഓപ്ഷൻസിൽ ക്ലിക്കല്ല, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് താഴെയിൽ നിന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റ് കോഴ്സുകളൊക്കെ കാണാൻ പറ്റും. കാരണം പല വിദ്യാർത്ഥികളും ആകെ കുറച്ച് കോഴ്സ് മാത്രമേ കാണുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട്, അതായത് ഓപ്ഷൻ്റെ ആ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാക്കിയുള്ള ഓപ്ഷൻസും കോഴ്സുകളുമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ഓപ്ഷൻ നൽകുക എന്നുള്ളതാണ്. ഓപ്ഷൻ നിങ്ങളുടെ താല്പര്യത്തിനാണ് നൽകേണ്ടത്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ജോലി സാധ്യതയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ജസ്റ്റ് ആ ഒരു കോഴ്സിൻ്റെ പേര് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ട് ജോബ് സാധ്യത എങ്ങനെയാണ്, അതുപോലെ അതിനുശേഷമുള്ള തുടർ പഠനം എങ്ങനെയാണ്, ഏത് മേഖലയിലാണ് ജോലി കിട്ടുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ ജോലി സാധ്യത കുറവുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു കോഴ്സിൻ്റെ പേരടിച്ച് ജസ്റ്റ് ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ മലയാളം എന്നൊക്കെ, അതായത് മലയാളത്തിൽ ഉള്ള വീഡിയോസ് ധാരാളമുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് കിട്ടാനായിട്ട് ഇൻ മലയാളം എന്ന് കൂടി ചേർത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ജോബ് സാധ്യതയൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ലഭ്യമാകും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് എത്രത്തോളം ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതും, ഏത് മേഖലയിലാണ് ജോലി കിട്ടുക എന്നുള്ളതും, തുടർ പഠന സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന രീതി എന്നുള്ളതാണ്. ഓപ്ഷൻ നൽകുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യം, ഏത് കോളേജിലാണ് പഠിക്കാൻ താല്പര്യം, ആ ഒരു രീതിയിൽ നിങ്ങൾ മുൻഗണനാക്രമത്തിൽ നൽകുക. അതായത് ഇപ്പോൾ എനിക്ക് ഇന്ന കോഴ്സ് തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി, അതായത് ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്തുക. അതിനുശേഷം എനിക്ക് ഇന്ന കോളേജാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ അതിനെ ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സിന് മുൻഗണന നൽകിക്കൊണ്ട് വേണം ഓപ്ഷൻസുകൾ നൽകാനായിട്ട്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്കാണ് താല്പര്യമുള്ളതെങ്കിൽ ആ ഒരു മറ്റൊരു കോഴ്സ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾക്കൊരു 4 കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കോഴ്സ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് മുൻഗണനാക്രമത്തിൽ ആ ഒരു കോഴ്സുള്ള കോളേജുകൾ ഏതൊക്കെയാണ് അതനുസരിച്ച് ആ ഒരു കോളേജുള്ള ഓപ്ഷൻസ് ആയിട്ട് നിങ്ങളുടെ മുൻഗണനാക്രമത്തിൽ ഓപ്ഷൻസ് വെച്ച ശേഷം അടുത്ത കോഴ്സിൻ്റെ പ്രയോറിറ്റി ഏതാണോ ആ ഒരു കോഴ്സുകൾ സെക്കൻഡ്
സെക്കൻഡ് കോഴ്സുള്ള കോളേജുകൾ ഏതൊക്കെയാണ് അത് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. അതായത് 100 ഓപ്ഷൻ വേണമെങ്കിൽ 100ൽ കൂടുതൽ ഓപ്ഷൻസ് വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു 10 ഓപ്ഷൻ മാത്രമാണ് എങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കോഴ്സ് മാത്രമേ പഠിക്കാൻ താല്പര്യമുള്ളൂ എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്നിലധികം കോളേജുകൾ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻസ് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു 1, 2, 3 അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കപ്പെടുക, അതായത് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുക. ആ ഒരു ഘട്ടത്തിൽ പുതിയൊരു കോളേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് പുതിയ കോളേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ആ ഒരു ഘട്ടത്തിലൊക്കെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും ഓപ്ഷൻ റിമൂവ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നവംബർ 27 തീയതി വരെയാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുക. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് ഈ ഒരു നവംബർ 28 തീയതി പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നവംബർ 30 തീയതി വരെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ഈ ഒരു ലിസ്റ്റിൽ തന്നെയുള്ളത് പുതുതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ലഭ്യമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ നിലവിൽ നൽകിയ ഓപ്ഷൻ്റെ ഇടയിൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു പേജിൽ ആ ഒരു ഓരോ ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിൽ 1, 2, 3 ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ നമ്പർ നൽകിയ ശേഷം സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ആ സെലക്ട് ചെയ്തിട്ടുള്ള കോളേജും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ സേവ് ചെയ്യപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ആവശ്യമുള്ളവർക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അവസരം ലഭിച്ച ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോഴ്സും കോളേജുകളും ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ അതിനുശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ്, അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമായിരിക്കും, എനിക്കൊരു കോളേജ് ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ ആ ഒരു സീറ്റ് എനിക്ക് മതി, ഇനി അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും എന്നെ പരിഗണിക്കേണ്ട, ഇപ്പോൾ നിലവിൽ കിട്ടിയുള്ള ആ ഒരു കോഴ്സ് തന്നെ മതി എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു 100 ഓപ്ഷൻസ് കൊടുത്തു എന്ന് കരുതുക. ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് 10ാമത്തെ ഓപ്ഷനാണെന്ന് കരുതുക. അതായത് 10ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു 11 മുതൽ 100 വരെയുള്ള ബാക്കി ഓപ്ഷനുകൾ റിമൂവ് ചെയ്യപ്പെടും. പിന്നീട് ബാക്കിയുള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത് 1ാമത്തെ ഓപ്ഷൻ മുതൽ 10ാമത്തെ, അതായത് 9ാമത്തെ ഓപ്ഷൻ വരെ ആയിരിക്കും ഉണ്ടാകുക. കാരണം 10ാമത്തെ ഓപ്ഷൻ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. ഇനി ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സീറ്റ് തന്നെ മതി, ഇനി നിങ്ങളുടെ 1 മുതൽ 9 വരെയുള്ള ആ ഒരു കോളേജുകളൊന്നും വേണ്ട, ആ ഒരു 10ാമത്തെ ഓപ്ഷനിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സും കോളേജും മതി എന്നാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വരികയാണെങ്കിൽ മാത്രം ആഡ് ചെയ്യുന്നതിനുമുള്ള സൗകര്യം ലഭ്യമാകും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു സീറ്റ് കിട്ടി, ആ ഒരു സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടക്കുന്ന ഫീസാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ്. അതായത് ആ ഒരു കോഴ്സിൻ്റെ വാർഷിക ഫീസിൻ്റെ ഒരു നിശ്ചിത പങ്ക് പൈസയാണ് നിങ്ങൾ ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ അടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 7240 രൂപയാണ് വരിക. DPharm ആണെങ്കിൽ 6000 സംതിങ് രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഏത് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 10,000 രൂപയാണ്, അതായത് 10,000 രൂപയാണ് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത്. SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞാലും ഏകദേശം ഒരു 500 രൂപ മാത്രമാണ് അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ആയി എന്നുള്ളത് മനസ്സിലാക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അപ്പോൾ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻ വേണ്ട, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നേരെ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസ് മാത്രം അതിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെയായിട്ട് റിമൂവ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടാതെ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസിൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷനുകൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് ഈ ഒരു എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഓപ്ഷൻസിൻ്റെ അവിടെയുള്ള സേവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഓപ്ഷൻസും റിമൂവ് ചെയ്ത് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഈ ഒരു 10ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും പരിഗണിക്കാനായിട്ട് യാതൊരുവിധ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളിപ്പോൾ ഹയർ ഓപ്ഷൻസ് ഇവിടെ നിലനിർത്തുകയാണ്. അതായത് 10ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ആ ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്താം. ഇതിൽ ഏതെങ്കിലും 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാനുമുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ്. ഏത് ഓപ്ഷനാണോ റിമൂവ് ചെയ്യേണ്ടത് ഓപ്ഷൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ പേജിൽ പോയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതിരിക്കേണ്ട ഓപ്ഷൻ ഏതാണോ അതിനെ റിമൂവ് ചെയ്ത ശേഷം സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ പിന്നീട് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കില്ല. പിന്നീട് അതിനെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നിലവിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷന് പുറമെ ഹയർ ഓപ്ഷൻസ് അവിടെ നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ആദ്യം കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതായത് അഡ്മിഷൻ അല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ആദ്യം കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുകയും നിങ്ങൾ ആദ്യം അടച്ച പൈസ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഏത് കോളേജിലാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ ഒരു കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നതും ആയിരിക്കും. അതിനുശേഷം പിന്നീട് ഇതേ പ്രോസസ്സ് തന്നെയാണ് ഉണ്ടാവുക സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷവും. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതത് കോളേജുകളിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അതുപോലെ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഒരു അനുമതി പത്രം നൽകേണ്ടതായിട്ടുണ്ട്. അതിനാണ് NOC എന്ന് പറയുന്നത്, നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് NOC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു തരാനായിട്ട് കോളേജിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല എന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC എന്ന് പറയുന്നത്. ചില കോളേജുകൾ NOC തരും, ചില കോളേജ് NOC തരില്ല. അപ്പോൾ NOC കോളേജിൽ നിന്ന് തരുന്ന വിദ്യാർത്ഥികൾക്കാണ് പിന്നീട് അഡ്മിഷൻ നേടിയ ശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതെ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയുള്ള സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടുകയും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഏത് അലോട്ട്മെൻറ്റിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പിന്നീട് കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. എന്നാൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാത്ത വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന സെക്കൻഡ് അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടില്ല. എന്നാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജുകളും നിങ്ങൾക്ക് ഓപ്ഷൻസായിട്ട് ഏതൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നവംബർ 27-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ ചെയ്യാനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലേക്കും കോഴ്സുകളിലേക്കും ഓപ്ഷൻസ് വെക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോഴ്സിൻ്റെ ബാക്കി ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജല്ല നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഓൾറെഡി നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇനത്തിൽ തന്നെ ആ ഒരു ഫീസ് അടച്ചിട്ടുണ്ടാകും. പിന്നീടുള്ള ഫീസുകൾ എന്ന് പറയുന്നത് PTA ഫണ്ട് അതുപോലെ തന്നെ
നിങ്ങളുടെ യൂണിഫോം, ബുക്ക്, അതുപോലെ ഹോസ്റ്റൽ സൗകര്യം ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഫീസ് എന്നിങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ, മെറിറ്റ് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 27,000 രൂപയാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത്, അതായത് 27,000 അല്ല 27,500 രൂപയാണ് അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ടത്. ഇതിനോടൊപ്പം നിങ്ങൾ PTA ഫണ്ട്, അതുപോലെ തന്നെ ബുക്ക്, യൂണിഫോം, ഹോസ്റ്റൽ വേണ്ടവർക്ക് ഹോസ്റ്റൽ എന്നിങ്ങനെയുള്ള ഫീസുകളും വരും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ 55,000 രൂപയാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ വേണ്ടവർക്ക് ഹോസ്റ്റൽ ഫീസ് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.